بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله باب المسلم من سلم المسلمون من لسانه ويده ബാബുൻ തൻവീൻ കൊടുത്ത് വായിക്കുക. ഹാദാ ബാബുൻ, ഇതാകുന്നത് ഒരു ബാബാകുന്നു. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ ഒരുത്തനാണ്, സലിമൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, മിൻ ലിസാനിഹി അവൻ്റെ നാവിനെ തൊട്ടും, വയദിഹി അവൻ്റെ കയ്യെ തൊട്ടും. അപ്പം അവൻ്റെ നാവിനെ തൊട്ടും കരത്തെ തൊട്ടും മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടവനാണ് മുസ്ലിം എന്ന് പറയും. മുസ്ലിം എന്നാൽ ഇതാണ് ബാബിൻ്റെ ഹെഡിങ്. ബാബുൻ, ഞാൻ അവിടെ വേറെ നിലക്ക് വാക്ക് ബാബു അൽ മുസ്ലിമു. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമു ലിസാനി വയദിഹി എന്നത് ബയാൻ ചെയ്യുന്ന ബാബാണ് എന്ന് അങ്ങനെ അർത്ഥം വെക്കാം. ബാബ് എന്നും ഒക്കെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാർ ഇവിടെയും ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഫതുഹുൽ ബാരി പറയുന്നത് ഈ കോലങ്ങളൊക്കെ പറ്റുമെങ്കിലും ഇവിടെ റിവായത്ത് ബാബുൻ എന്ന് തൻവീനോട് കൂടെ വായിച്ചിട്ടുള്ള റിവായത്തുള്ളൂ. മറ്റുള്ളതൊക്കെ ഇഹ്തിമാലുകളാണ്. ഇമാം ബുഖാരി എന്നുള്ള നിലക്ക് ബാബുൻ എന്ന് തന്നെ വായിക്കണം, മറ്റതൊക്കെ ഇഹ്തിമാലുകളാണ്. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه وبصحيحه آمين. حدثنا آدم بن أبي إياس قال حدثنا شعبة عن عبد الله بن أبي السفر وإسماعيل كلاهما عن الشعبي عن عبد الله بن عمرو رضي الله عنهما وعنهم عن النبي صلى الله عليه وسلم أنه قال المسلم من سلم المسلمون من لسانه ويده والمهاجر من هجر ما نهى الله عنه. വളരെ ചിന്തിച്ച് ആഴത്തിൽ ഇറങ്ങി മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. ബാബും അത് തന്നെ. കിതാബുൽ ഈമാനിൻ്റെ ഈമാൻ എന്താണെന്ന് വിശദീകരിച്ചു, ഈമാൻ്റെ ശാഖകൾ പറഞ്ഞു. അത് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് മുസ്ലിം എന്നാൽ മുസ്ലിമീങ്ങൾ അവൻ്റെ ലിസാനിനെ തൊട്ടും നാവിനെ തൊട്ടും രക്ഷപ്പെട്ടവനെ ആവുള്ളൂ എന്നുള്ളതാണ് ഇമാം ബുഖാരി ആണയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്തുന്ന മുസ്ലിം അവൻ ഒരു കാരണവശാലും മൂമിനല്ല, മുസ്ലിമുമല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും മനസ്സിലുള്ളത് മാത്രമല്ല, അതോടുകൂടെ അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും അതിൻ്റെ ഭാഗങ്ങളായിട്ട് വരും. അതിൻ്റെ പ്രധാന ഭാഗമാണ് ഇസ്ലാം. മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത്. ആ ശല്യപ്പെടുത്തുന്നവൻ യഥാർത്ഥത്തിൽ മുസ്ലിമല്ല. സനദിൽ ഹദ്ദസനാ ആദം എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ആരാണ് ആദം? ഈ ഹദീസിൽ ആകെ 6 റാവികളാണുള്ളത്. ഒന്ന് ആദം, അവിടെ വിളിക്കുന്ന പേര് അബുൽ ഹസൻ എന്നാണ്. ബിനു അബി ഇയാസ്
അബൂ ഇയാസ് എന്നുള്ളവരുടെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്, അതല്ല നാഹിയ എന്നാണ് എന്നും അഭിപ്രായമുണ്ട്. അവർ ഖുറാസാൻകാരനാണെങ്കിലും തറവാട് കുടുംബങ്ങളൊക്കെ ഉള്ളത് ഖുറാസാനിലാണെങ്കിലും അവർ വലുതായതും വളർന്നതും ബഗ്ദാദിലാണ്. ആ ബഗ്ദാദിലെ മശായിഖന്മാരെ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തു, ഹദീസ് പഠിച്ചു. അതിൻ്റെ ശേഷം കൂഫയിലേക്കും ബസറിലേക്കും ഹിജാസിലേക്കും മിസ്റിലേക്കും ഷാമിലേക്കുമെല്ലാം യാത്ര ചെയ്തു. അങ്ങനെ ഷാമിലെ അസ്കലാനിലാണ് നമ്മുടെ ആദം ബിൻ അബി ഇയാസ് എന്ന് പറയുന്ന മഹാനായ ഇമാം ബുഖാരിയുടെ ഉസ്താദ് താമസമാക്കിയത്. ആ അസ്കലാനിൽ വെച്ചിട്ടാണ് അവർ വഫാത്തായിട്ടുമുള്ളത്. വഫാത്താകുന്നത് 220 വർഷത്തിലാണ്, ഹിജ്റ 220. ഈ ആദം ബിൻ അബി ഇയാസ് എന്നവരെ സംബന്ധിച്ച് അബൂ ഹാത്തിം എന്ന് പറയുന്ന പ്രസിദ്ധനായ മുഹദ്ദിസ് പറയാണ്, ഹുവ സബ്സിഖത്തുൻ മഅ്മൂനുൻ മുതഅബ്ബിദുൻ. അവർ സിഖത്താണ്, വിശ്വസ്തനാണ്, അവർ ധാരാളം ഇബാദത്ത് എടുക്കുന്നവരും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മിൻ ഖിയാരി ഇബാദില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടിമകളിൽ വച്ച് വളരെ പ്രധാനികളിൽപ്പെട്ടവരുമായിരുന്നു. വകാന വറാഖ, അദ്ദേഹം എഴുത്തുകാരനുമായിരുന്നു, എഴുത്ത് സൂക്ഷിക്കുന്നവരുമായിരുന്നു. വഫാത്താകുമ്പം അവർക്കുള്ള വയസ്സ് 88 വയസ്സാണ്. ഹദീസിൻ്റെ കിതാബുകളിൽ ആദം ബിൻ അബി ഇയാസ് എന്ന പേരിൽ, ആദം മാത്രമല്ല ആദം ബിൻ അബി ഇയാസ് എന്ന പേരിൽ ഈ മഹാൻ മാത്രമേ ഉള്ളൂ. വേറെ ആദമുകൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. രണ്ടാമത്തത് ഹദീസിൻ്റെ റാവികളിൽ വെച്ച് രണ്ടാമത്തത് ആദം കഴിഞ്ഞാൽ ആദമിൻ്റെ ഉസ്താദായി വരുന്നത് ഖാല ഹദ്ദസനാ ശുഅബത്തുന. ശുഅബ അത് ഗൈറു മുൻസരിഫാണ്. അവരുടെ പിതാവിൻ്റെ പേര് ഹജ്ജാജ് എന്നാണ്. അബൂ ബിസ്താമിൽ അസ്ദിയോ, വാസിത്തിക്കാരനാണ്, വാസിത്തിയാണ്. വാസിത്ത് എന്ന് പറയുന്ന നാട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഉണ്ടാക്കിയ ഇറാഖിൻ്റെയും ബസറിൻ്റെയും ഇടയിലുള്ള യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഉണ്ടാക്കിയതായ ഒരു അത്ഭുത ടൗണാണ് വാസിത്ത്. അവിടെയായിരുന്നു അവരുടെ ജനനം. പിന്നെ അവിടെ നിന്ന് ബസറയിലേക്ക് നീങ്ങി. ശുഅബ എന്നവർ വലിയ ഇമാമും വാജ്മഉ അലാ ഇമാമതിഹി വജലാലതി ഖദ്രിഹി. ശുഅബ ഹദീസിൻ്റെ റാവികളിൽ ഇടക്കിടക്ക് കയറി വരുന്നവരാണ്, ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. അവർ ഇമാമാണ് എന്നുള്ള വിഷയത്തിലും അവരുടെ നിലവാരം വളരെ കൂടുതലാണ് എന്നുള്ളതിൻ്റെ മേലും ഇജ്മാ ഉള്ള വിഷയമാണ് മുഹദ്ദിസീങ്ങൾക്ക്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശുഅബത്തു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. ഹദീസിൻ്റെ വിഷയത്തിൽ അന്നത്തെ കാലത്ത് അമീറുൽ മുഅ്മിനീനാണ് ശുഅബ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ശുഅബയെ സംബന്ധിച്ച് പറഞ്ഞത് കാന ഉമ്മത്തൻ വഹദ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പറയുന്ന മാതിരി ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ എന്ന് പറഞ്ഞ മാതിരി അഹ്മദ് ഹംബൽ പറയുന്ന ശുഅബ സ്വന്തമായി ഒരു സമൂഹമായിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു. അവിടെ വഫാത്തുള്ളത് ബസ്രയിൽ വെച്ചിട്ടാണ് 160 കൊല്ലം, ഹിജ്റ 160. ശുഅബ റളിയല്ലാഹു അൻഹു വകാന അൽസഗ, ഒരു അക്ഷരം മൊഴിയുമ്പോൾ ആ അക്ഷരത്തിൽ നിന്ന് അതിൻ്റെ ഉച്ചാരണത്തിൽ നിന്ന് മറ്റൊന്നിൻ്റെ ഉച്ചാരണമായി പുറപ്പെടുന്നവരായിരുന്നു. സ്വാദ് പറയേണ്ട സ്ഥലത്ത് ചില സമയത്ത് സ ആയിരിക്കും പറയുക, സീന് പറയേണ്ട സ്ഥലത്ത് സ്വാദ് പറഞ്ഞെന്ന് വരാം, റാഗ് പറയേണ്ടടുത്ത് ചിലപ്പോൾ ഐനിൻ്റെ മഖ്റജിലേക്ക് പോയെന്ന് വരാം. അങ്ങനെയുള്ള സ്വഭാവമുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട ശുഅബ റളിയല്ലാഹു അൻഹു. ആ ശുഅബ റളിയല്ലാഹു അൻഹുവിനിക്ക് ഹദീസ് പറയുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർ ഹദീസിനെ നേരെ ഉച്ചരിക്കും. ബാക്കിയുള്ള സാധാരണ സംസാരങ്ങളിൽ അവരുടെ നാവിനിക്ക് ചെറിയൊരു കൊഞ്ഞ പോലെ ഉണ്ടാവലുണ്ട്. ശുഅബ എന്നവരുടെ ഉസ്താദായി വരുന്നത് അബ്ദുല്ലാഹിബിൻ അബി സഫർ എന്ന് പറയുന്നവരാണ്. അൻ അബ്ദുല്ലാഹിബിൻ അബി സഫർ.
ബിഫത്തയിൽ ഫായ് ഫാക്ക് വത്തുകൊണ്ട് സഫർ എന്ന് അബിൽ സഫർ എന്ന് പറയണം. അത് മഹാന്മാർ പറയുന്നുണ്ട്. സഫർ എന്നും പേരുണ്ട്, അബു സഫർ എന്നുണ്ട്. അബ് കൂട്ടി വരുന്ന പേരുകളിൽ ഫായിനിക്ക് ഫത്തഹും അബില്ലാതെ വെറും പറയുന്ന പേരുകൾക്ക് സഫർ എന്ന് സൂചം സുക്കൂനായിട്ടുമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ അബു സഫർ എന്നവരുടെ പേര് അബ്ദുള്ള എന്നവരുടെ പിതാവാണ് അബു സഫർ. അവരുടെ പേര് സഈദ് ബിൻ യുഹ്മദ് എന്നാണ്. സഈദ് ബിൻ യുഹ്മദ് അങ്ങനെയാണ് ഇമാം നബി വമ്മിൽ യായി ഫതഹിൽ മീമി യുഹ്മദ് എന്നാകുന്നു. അവരും ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ കേമനാണ്, എല്ലാ നിൽക്കും അറിയപ്പെട്ടവരാണ്. അവരുടെ വഫാത്തുള്ളത് മർവാൻ ബിൻ മുഹമ്മദ് എന്നവർ ഭരിക്കുന്ന കാലത്താണ്. നാലാമത്തെ റാവി അല്ല, ശുഅബയുടെ ഉസ്താദ് അബ്ദുല്ലാഹി ബിൻ അബി സഫർ എന്നവരെ തൊട്ടും ഇസ്മായില. ശുഅബ എന്നവർക്ക് രണ്ട് ഉസ്താദ്മാർ, അബ്ദുല്ലാഹി ബിൻ അബി സഫർ എന്നവരും ഇസ്മായിൽ എന്നവരെ തൊട്ടും ശുഅബ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്മായിലാണ് ഇസ്മായിൽ ബിൻ അബി ഖാലിദ് ഹുർമുസ് എന്ന് പറയുന്ന ആളാണ്. അവർ കൂഫക്കാരനാണ്. സ്വഹാബത്തിൽ നിന്നുള്ള തന്നെ ധാരാളം ആളുകളെ കേട്ടിട്ടുണ്ട്. സമിയ ഖൽഖം മിന സ്വഹാബ. ഇസ്മായിൽ ബിൻ അബി ഖാലിദ് എന്നവർ സ്വഹാബത്തിൽ നിന്ന് ധാരാളം ആളുകളെ കേട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അതുപോലെ താബീങ്ങളിൽ നിന്നും ധാരാളം ആളുകളെ തൊട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം സൗരി പോലെയുള്ള മഹാന്മാർ ഇസ്മായിൽ എന്നവരുടെ ശിഷ്യനുമാകുന്നു. വകാന ആലിമൻ മുത്ഖിനൻ സാലിഹൻ സിഖത. അവർ മഹാപണ്ഡിതനും വളരെ ഇത്ഖാനുടയവരായ, കാര്യങ്ങൾ ഓരോന്നും അതിൻ്റെ ഉള്ളറിഞ്ഞ് സംസാരിക്കാൻ കഴിയുന്നവരും വളരെ സ്വാലിഹായ ആബിദുമായ സിഖത്തായവരായിരുന്നു. അവർക്ക് ആളുകൾ വിളിക്കൽ തന്നെ മീസാന് എന്നാണ്. ഈ ഇസ്മായിൽ ബിൻ അബി ഖാലിദ് എന്നവരെ ജനങ്ങൾ വിളിക്കുന്ന പേര് അവർക്കുള്ള ലഖബലം മീസാൻ, തുലാസ്. അതിന് പേര് വരാനുള്ള കാരണം അത് വളരെ കൃത്യമായി ഒരു വ്യത്യാസവുമില്ലാതെ കൃത്യമായി കാര്യങ്ങൾ നിർണയിച്ച് പറയാൻ കഴിവുള്ളവരായതുകൊണ്ട് മീസാൻ എന്നാണ് അവരെ പറ്റി പറയല്. അവരുടെ ജോലി ഗോതമ്പ് ഇങ്ങനെയുള്ള ധാന്യങ്ങൾ പൊടിക്കുന്ന, അത് കുത്തുന്ന പണിയായിരുന്നു. കൂഫയിലാണ് വഫാത്തായത് 145. ഇവിടെ ഇസ്മായിൽ എന്നവരും അബ്ദുല്ലാഹി ബിൻ അബി സഫർ എന്നവരും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ശഅബി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ്. بفتح السين المعجمة وسكون العين المهملة بعدها الباء الموحدة. ശഅബി. അവരെ വിളിക്കുന്ന പേര് അബു അംർ. അവർക്കുള്ള പേര് ആമിർ എന്ന. ശഅബിൻ്റെ ഇട്ട വാപ്പ ഉമ്മ ഇട്ട പേര്, അവർക്കുള്ള പേര് ആമിർ ബിൻ ശറാഹീൽ എന്നാകുന്നു. അവരുടെ പേരതാണ്, ആമിർ എന്നവരാണ്. ശഅബി താബിഇയാണ്, കാര്യമായ ആളാണ്, സിഖത്താണ്. അൽ കൂഫിയു താബിഇയുൽ ജലീലു സിഖത്തു. അവർക്ക് ധാരാളം സഹാബികളെ കേട്ടിട്ടുണ്ട്, സഹാബികളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അസ്വദ് മുസ്ലിംപ്പെട്ട ഇവരെല്ലാവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു, അദ്റക്തു 500 സ്വഹാബിയിൻ. ഞാൻ 500 സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അഹ്മദ് ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന അഹ്മദ് റളിയല്ലാഹു പറയാണ്, ഓ മുർസലുഹു സഹീഹുൻ. അവര് ഹദീസ് മുർസലായി പറയലുണ്ട്. കാരണം 500 സ്വഹാബികളെ കേട്ട് സ്വഹാബിയുടെ ഹദീസ് പറഞ്ഞു തന്നാൽ അവിടെ എന്ത് സംശയമുള്ളത്? സ്വഹാബിൻ്റെ പേര് പറയാതെ ഖാല റസൂലുള്ളാഹി എന്ന് പറയലുണ്ട്. അത് പറഞ്ഞാൽ അത് സ്വഹീയാണ്, സ്വഹാബിയാണ് അതിൻ്റെ ഇടയിലുള്ളത്. കൂടുതൽ ചിക്കി കുത്തി അന്വേഷിക്കേണ്ടതില്ല. അവർ കൂഫയിലെ കാളിയുമായിരുന്നു.
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ 6-ാമത്തെ വർഷമാണ് ബഹുമാനപ്പെട്ട ശഅബി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനമുള്ളത്. 103 അല്ലെങ്കിൽ 104, 105, 106 ഇതിൽപ്പെട്ട ഏതെങ്കിലും 103 എന്നുള്ളതാണ് റാജിഹ് വഫാത്തുള്ളത്. മരിക്കുമ്പോൾ 80 ചില്ലാനും വയസ്സുണ്ട്. ഈ ശഅബി എന്നവർ അവരുടെ സംസാരങ്ങളിൽ തമാശ കലർത്തുന്നവരായിരുന്നു. കാര്യം പറയുമ്പോൾ തന്നെ തമാശ കൂടുതലായി ഉൾപ്പെടുത്തി കൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്ന നിരക്ക് മറുപടി പറയുന്ന സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു മഹാനായ ഇമാം ശഅബി അബൂ ആമിർ റളിയല്ലാഹു അൻഹു. ശഅബിയുടെ പേര് ആമിർ. ശഅബിയോട് ഒരു ദിവസം കല്യാണം കഴിച്ചു. ശഅബി കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം പിറ്റേന്ന് സുഹൃത്തുക്കളെല്ലാവരും ചോദിച്ചു, കൈഫ വജദ്ത അഹ്ലക? അങ്ങനെ ചോദിക്കൽ സാധാരണ പതിവുള്ള കാര്യമാണ്. ശഅബിനോട് ആ കാര്യം ചോദിച്ചു, കൈഫ വജദ്ത അഹ്ലക? എങ്ങനെയുണ്ട് ഭാര്യ? പറഞ്ഞ മറുപടി എന്താ? അതൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ പിന്നെ ഒരു വിരിട്ട് ചുമരിൻ്റെ ഉള്ളിൽ എന്തിനാ പിന്നെ ഞാൻ പോയത് എന്ന് ചോദിച്ചു. അതാ ചോദ്യം. അതാ ഭാര്യൻ്റെ ചുറ്റുപാടുകളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ടാണ് ചെയ്താൽ പോരായിരുന്നോ? നിങ്ങൾ രണ്ടാളും പബ്ലിക്കായി നിങ്ങൾക്ക് കാണാൻ നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഇത് ഉള്ളിൽ പോയി മറൻ്റെ ഉള്ളിൽ പോയത് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് പറയാനാണോ? അങ്ങനെയുള്ള തമാശകൾ വളരെ അധികം പറയുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശഅബി റളിയല്ലാഹു അൻഹു. ഈ ഹദീസിൻ്റെ ശഅബി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്വഹാബിയെ തൊട്ടാണ്. സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമാ. ബാപ്പയും മകനും അബ്ദുള്ള എന്നവരും അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹും രണ്ടാളും സ്വഹാബികളാണ്. സ്വഹാബികളിൽപ്പെട്ട പ്രമുഖരാണ്. വലിയ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ മുമ്പ് മക്കയിലെ നേതാക്കന്മാരിൽപ്പെട്ടവരാണ്. ഇസ്ലാമിൻ്റെ ശേഷവും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ വലിയ നേതാവാണ് അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു. അവരുടെ മകനാണ് അബ്ദുള്ള എന്നവർ. ഈ അബ്ദുള്ള എന്നവർ അംർ ബിൻ അൽ-ആസിയുടെ ആദ്യത്തെ പുത്രനാണ്. അംർ ബിൻ അൽ-ആസിയുടെയും അബ്ദുല്ലാഹിയുടെയും ഉപ്പാൻ്റെയും മകൻ്റെയും ഇടയിലുള്ള പ്രായം 11 വയസ്സാണ്. അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു അവർക്ക് 9-9.5 വയസ്സുണ്ടാകുമ്പോൾ കല്യാണം കഴിച്ചു. 10ാമത്തെ വയസ്സാകുമ്പോൾ ഭാര്യ ഗർഭിണിയായി. ഭാര്യ കുടുംബക്കാരത്തി തന്നെയാണ്. രീത്ത എന്ന് പറയുന്ന കുടുംബക്കാരത്തിയാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ രീത്തയുടെ കുട്ടിയാണ് അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹുവിന് കുട്ടി ഉണ്ടാകുമ്പോൾ, അബ്ദുള്ള എന്ന കുട്ടി ഉണ്ടാകുമ്പോൾ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു 11 വയസ്സാണ്. അത് ബഹുമാനപ്പെട്ട ഇമാം നവവി പറയുന്നുണ്ട്. താരീഖിൻ്റെ എല്ലാ കിതാബുകളുടെ വിഷയമാണ്. ഒരാൾക്ക് കുട്ടി ഉണ്ടാകണമെങ്കിൽ പ്രായപൂർത്തിയാകാതെ കുട്ടി ഉണ്ടായി എന്നല്ല പറയുക. പ്രായപൂർത്തിയായതിൻ്റെ ശേഷം തന്നെ കുട്ടി ഉണ്ടായി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രായപൂർത്തിയാവാനുള്ള മാനദണ്ഡം അവർക്കുള്ള സ്ഖലനമാണ്, കുട്ടികളുണ്ടാവാനുള്ള പ്രായം. അങ്ങനെ അംർ ബിൻ അൽ-ആസ് മുസ്ലിം ആകുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ അബ്ദുല്ലാഹി ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടുണ്ട്. അംർ ബിൻ അൽ-ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരായി ഖുറൈശി വിഭാഗത്തിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി അശ്ഹമത്ത് എന്ന് പറയുന്ന അബിസീനിയയിലെ രാജാവിൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ മുസ്ലിമായിട്ടുണ്ട്. അയാൾ മുസ്ലിമായപ്പോൾ അദ്ദേഹം ദീൻ പറഞ്ഞു കൊടുത്ത് ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് മുസ്ലിമായി നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോഴേക്കിനും അബ്ദുള്ള എന്ന് പറയുന്ന മകൻ മുസ്ലിമായി ഹിജ്റ വന്നിരുന്നു. വലിയ ഭാഗ്യമുള്ളതായ അബ്ദുള്ള എന്നവർ ചെറുപ്പത്തിലെ എഴുത്തും വായനയും അറിയുന്നവരും വലിയ വിദ്യാസമ്പന്നനുമായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു അവർക്ക് സുറിയാനി ഭാഷ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിയും, എഴുതാനും കഴിയും, വായിക്കാനും കഴിയും. എല്ലാ നിലക്കും വളരെ സമർത്ഥനായിരുന്നു. മാത്രവുമല്ല കടുത്ത ബുദ്ധിയുമായിരുന്നു. വകാന ഗസീറൽ ഇൽമി, ഇൽമ് ധാരാളമുള്ളവരായിരുന്നു. മുജ്തഹിദൻ ഫിൽ ഇബാദ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ വലിയ ഇജ്തിഹാദ് കഠിനാധ്വാനം ചെയ്യുന്നവരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
ഇവിടെ നബി തങ്ങളെ തൊട്ട് ഏറ്റവും കൂടുതൽ ഹദീസ് അറിയുന്ന ആള് ഞാനാണ്. കാരണം ഞാൻ വിശ്രമമില്ലാതെ നബി തങ്ങളെ കൂടെയുവരാണ്. പക്ഷേ എന്നേക്കാളും ഹദീസ് കൂടുതൽ അബ്ദുല്ലാഹിബ്നു അംറുല്ലാസിന്റെ അടുക്കലുണ്ട്. കാരണം അവർ നബി തങ്ങളോട് എഴുതി വെക്കാൻ അനുവാദം ചോദിച്ചു. അങ്ങനെ കേട്ടത് മുഴുവനും എഴുതി വെച്ചവരായിരുന്നു അവര്. അബൂ ഹുറൈറ എഴുത്തറിയില്ല, എഴുതി വെക്കൂലായിരുന്നു, ഹിഫ്ള് മാത്രമായിരുന്നു. അബ്ദുല്ലാഹിബ്നു അംറുല്ലാസി കാണാതെ എഴുതി വെക്കും ധാരാളം. അവിടെ കിതാബുൽ അസ്സഹീഫത്തു സ്വാദിഖ, മുമ്പ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അസ്സഹീഫത്തു സ്വാദിഖ എന്ന് പറയുന്ന അവരുടെ ആ ഗ്രന്ഥം എപ്പോഴും ഒപ്പം കൊണ്ടു നടക്കുന്ന, കൂടെ തന്നെ ഉണ്ടാകും. നബി തങ്ങളെ തൊട്ട് പഠിച്ച ഹദീസുകൾ എഴുതി വെക്കുകയും ആ എഴുതി വെച്ച റിക്കാർഡിന് അവർ കൊണ്ടു നടക്കലും പതിവായിരുന്നു. അവരുടെ ജീവിതം ലളിതമായ ജീവിതമാണ്. വലിയ മനുഷ്യനാണ്, നല്ല ആരോഗ്യവും ആ തടിയും വണ്ണവുമുള്ള ഹൈറ്റും വെയിറ്റുമുള്ള മഹാനാണ് അവർ. അവരെ തൊട്ട് 700 ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് മുത്തഫഖ് അലൈഹി ആയത് 17 ഹദീസ്. ബുഖാരി ഇമാം മാത്രം റിപ്പോർട്ട് ചെയ്ത് മുസ്ലിം കൂടാതെ 8 ഹദീസ്. മുസ്ലിം ബുഖാരി ഇല്ലാതെ മുസ്ലിമിൽ മാത്രമുള്ളത് അവരുടെ ഹദീസ് 20 ഹദീസ്. അവരുടെ വഫാത്ത് മക്കയിലാണെന്നും ത്വായിഫിലാണെന്നും മിസ്രിലാണെന്നും അഭിപ്രായമുണ്ട്. ദുൽഹജ്ജ് 6 ദുൽഹജ്ജിലാണ് വഫാത്തുള്ളത്. ഹിജ്റ 65 അല്ല 72 അഭിപ്രായമുണ്ട്. വഫാത്താകുമ്പോൾ അവർക്ക് 72 വയസ്സാണുള്ളത്. അബ്ദുല്ലാഹിബ്നു അംർ എന്ന പേരിൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ട്. ഏകദേശം 18ഓളം ആളുകൾ അബ്ദുല്ലാഹിബ്നു അംർ എന്ന പേരിൽ തന്നെയുണ്ട്. പിന്നെ അംർ എന്നും ഉമർ എന്നും എഴുതുന്നിടത്ത് നസ്ബിന്റെ അമേത്തമല്ലാത്തടത്ത് ഉമർ ഒരു മുൻസരിഫ് ആയതുകൊണ്ട് ഉമർ എന്ന് എഴുതും. അംറാവുമ്പോൾ അംറൻ എന്ന അലിഫിട്ട് എഴുതും. ബാക്കി റഫിൻ്റെയും ചേരുന്ന സമയത്ത് ഉമറും അംറും വേർതിരിയാൻ വേണ്ടി ഒരു വാവ് എഴുതും. അംറാവുമ്പോൾ റാവിൻ്റെ ശേഷം വാവ് ഉണ്ടാവും. മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എഴുതുന്നോടത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. ഉമർ അംർ എഴുതുമ്പോൾ വ്യത്യാസപ്പെടൽ അംറിൻ്റെ റാവിൻ്റെ ശേഷം വാവ് ഉണ്ടാവും. അതുപോലെ നാം സന്ദർഭോചിതമായി മുമ്പ് പറയേണ്ടതായിരുന്നു, മുമ്പ് പറയാൻ വിചാരിച്ച് മറന്നുപോയതാ. ഈ സക്കാത്ത്, സ്വലാത്ത് എന്നെല്ലാം എഴുതുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ എഴുതുമ്പോൾ ഖുർആനായി എഴുതുമ്പോൾ വാവിട്ട് എഴുതണം. കാഫിൻ്റെ ശേഷം സക്കാത്ത്, കാഫ് വാവ് താ, സക്കാത്ത് എന്ന് എഴുതണം. നിസ്കാരം എഴുതുന്ന സ്വലാത്തില്ലേ, ആ സ്വലാത്ത് സ്വാദ് ലാമ് വാവ് താഗ് ഹാത്താ എന്ന് എഴുതണം. ഇവിടെ റസ്മുസ്മാനിൽ ഖുർആനായി എഴുതുമ്പോൾ ഖുർആൻ അല്ലാത്ത സാധാരണ പ്രയോഗങ്ങളെല്ലാം ലാമിൻ സ്വലാത്ത് എന്ന് ലാമിൻ്റെ ശേഷം അലിഫിട്ടാണ് എഴുതേണ്ടത്. സക്കാത്ത് എന്നത് കാഫിൻ്റെ ശേഷം അലിഫിട്ടാണ് എഴുതേണ്ടത്. നമ്മളിൽപ്പെട്ട പലരും അവിടെ ഖുർആൻ റസ്മുസ്മാനിയിൽ എഴുതുന്നത് പോലെ സ്വലാത്ത് എന്നും സക്കാത്ത് എന്നും വാവോട് കൂടെ എഴുതുന്നത് കാണാം. അത് തെറ്റാണ്. ആ എഴുത്തിൻ്റെ ലിപി പ്രകാരം അത് തെറ്റാണ് എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് ഖ്വാജ ഷാലിയാത്തി അവരുടെ ബദരിയത്തുൽ ഹംസിയൻ്റെ ശറയിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിന് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ഹദീസുകൾ ധാരാളമുണ്ട് എന്നും അവർ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വലിയ പ്രമുഖനാണെന്നും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. സിഫീനിൽ അംർ ഇബ്നുൽ ആസിൻ്റെ കൂടെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്ത് ചേർന്നു കൊടി പിടിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവർ അതിൽ നിന്ന് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത വലിയ യോദ്ധാവാണ്. തൻ്റെ പിതാവിനെ പോലെ തന്നെ പിതാവിൻ്റെ ഒപ്പം ചേർന്ന് യുദ്ധം ചെയ്യുകയും അംർ ഇബ്നുൽ ആസ്, ഖാലിദ് ബിൻ വലീദ് അവരെല്ലാം യുദ്ധതന്ത്രശാലികളും. അംർ ഇബ്നുൽ ആസിക്ക് ഫാത്തിഹുൽ മിസ്ർ എന്ന പേരുണ്ടല്ലോ, അതേ സ്ഥാനത്ത് അംർ ഇബ്നുൽ ആസിൻ്റെ കൂടെ തന്നെ മിസ്ർ കീഴടക്കുമ്പോഴും ബാക്കിയുള്ള പ്രദേശങ്ങൾക്ക് യുദ്ധത്തിന് പോകുമ്പോഴും അംർ ഇബ്നുൽ ആസ് അവരോട് കൂടെ തന്നെ ഉണ്ടാവലുണ്ട്.
വലിയ മഹാനാണ് അബ്ദുല്ലാഹി ബിൻ അംർ അൽ-ആസ് റളിയല്ലാഹു അൻഹു. അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. വളരെ അധികം ചിന്തിക്കണം. അൽ മുസ്ലിമു മൻ സലിമ. അൽ മുസ്ലിമു മുബ്തദയാണ്, മഅരിഫയാണ്, അലിഫ് ലാമുണ്ട്. മൻ എന്ന് പറഞ്ഞതും ഏതന്നെയാണ്? മൗസൂലയാണ്, മുബ്തദയാണ്. അൽ മുസ്ലിമു വസ്ഫിൽ കടന്നതായ അലിഫ് ലാം ആകുമ്പോൾ അലിഫ് ലാം തന്നെയാണ് മുബ്തദ. മുസ്ലിം എന്നുള്ള സിലയാണ്. എല്ലാ മുസ്ലിം എന്ന് പറയുന്നത് വസ്ഫായി പരിഗണിക്കാതെ ഒരു വിഭാഗത്തിനുള്ള പേരായി പരിഗണിക്കുമ്പോൾ മുസ്ലിം എന്നതിനെ അലിഫ് ലാം കൊണ്ട് മാരിഫയാക്കി എന്നും പറയാം. എന്തായാലും മുബ്തദയും ഖബറും രണ്ടും മഅരിഫയാണ്, നക്കിറല്ല. മുബ്തദയും ഖബറും മഅരിഫയാകുമ്പോൾ അത് ഹസ്റിനെ ഫായിദപ്പിക്കും. ളാഹിറുഹു യദുല്ലു അലൽ ഹസ്റി ലിഉഖൂഇ ജുസ്ഇൽ ജുംലത്തി മഅരിഫത്തൈൻ. ജുംലന്റെ രണ്ട് ഭാഗവും മുബ്തദയും ഖബറും അൽ മുസ്ലിമും മന്നും രണ്ടും മഅരിഫയായി വന്നതുകൊണ്ട് ഇതിന്റെ ളാഹിർ പ്രകാരം ഇത് ഹസ്റിനെ ഫായിദപ്പിക്കും. അപ്പം എന്താ അർത്ഥം വെക്കുക? അൽ മുസ്ലിമു മുസ്ലിം എന്ന് മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവൻ്റെ നാവിനെ തൊട്ടും അവൻ്റെ കരങ്ങളെ തൊട്ടും മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടവർ മാത്രമാണ് മുസ്ലിം. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉപദ്രവം ചെയ്തു കഴിഞ്ഞവൻ അവൻ മുസ്ലിമല്ല എന്ന് വരും. അതിന് ഫോൺ കൊള്ള നോക്കുമ്പോൾ 100% ചിന്തിക്കേണ്ട വിഷയമാണ്. മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്തുക കൈകൊണ്ടോ നാവ് കൊണ്ടോ. നാവാണ് ആദ്യം എടുത്തു പറഞ്ഞത്. മഹാന്മാർ പറയുന്നു, നാവ് കൊണ്ട് മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് 3 സൈസ് മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും. അതാ കഴിഞ്ഞു പോയ മുസ്ലിമീങ്ങൾ, ഇപ്പോഴുള്ള മുസ്ലിമീങ്ങൾ, വരാനിരിക്കുന്ന മുസ്ലിമീങ്ങൾ എല്ലാവരെയും നാവ് കൊണ്ട് ശല്യപ്പെടുത്താൻ കഴിയും. അങ്ങനെ കഴിഞ്ഞു പോയവരെയോ ഉള്ളവരെയോ ഇനി വരാനിരിക്കുന്ന മുസ്ലിമീങ്ങളെയോ ആരെങ്കിലും ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഇവൻ്റെ നാവിനെ തൊട്ട് രക്ഷപ്പെടുന്നില്ലെങ്കിൽ, ആരെങ്കിലും മുസ്ലിമീങ്ങളെ പറ്റി ഇവൻ ചീത്ത പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂനാണ്. ഓരോരോ മുസ്ലിമീങ്ങളും രക്ഷപ്പെടണം അവനെ തൊട്ട്. ആ രക്ഷപ്പെട്ടവനെ മുസ്ലിമാവുള്ളൂ. ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഇവൻ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ഒരു കാരണവശാലും അവൻ മൂമിന മുസ്ലിമാവൂല. മുസ്ലിമാവൂലെങ്കിൽ പിന്നെ മൂമിനും ആവൂല. ഈമാന്റെ ബാബാണല്ലോ. വളരെ ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാം കാര്യങ്ങൾ എണ്ണിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ആദ്യമായി പറയുന്ന കാര്യം ഇതാണ്: മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്തണോ? മുസ്ലിമല്ല, അവൻ മൂമിനല്ല. മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്തൽ ഒന്ന് നാവ് കൊണ്ടാവാം, അല്ലെങ്കിൽ കരങ്ങളെ കൊണ്ടാവാം. നാവ് കൊണ്ട് ശല്യപ്പെടുത്തുന്ന മാതിരി തന്നെയാണ് എഴുത്ത് കൊണ്ട് ശല്യപ്പെടുത്തലും. അത് നാവിൻ്റെ സ്ഥാനത്താണ്, എഴുതുന്നത് കൈകൊണ്ടാണ് എങ്കിലും ആ കൈകൊണ്ട് എഴുതിയിട്ട് ശല്യപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പറയാ എന്ന് പറയും. എന്തായാലും ആ കൈ കൊണ്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ നാവ് കൊണ്ട് സംസാരിച്ചിട്ടോ കഴിഞ്ഞു പോയ മുസ്ലിമീങ്ങളെയോ വരാനിരിക്കുന്ന മുസ്ലിമീങ്ങളെയോ ഒന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമിനെയോ ശല്യപ്പെടുത്തിയാൽ അവൻ ഒരു കാരണവശാലും അവൻ മൂമിനല്ല. പിന്നെ കരം കൊണ്ട് അത് പിന്തിക്കാനുള്ള കാരണം, കരം കൊണ്ട് എഴുത്തുകൊണ്ടല്ലാതെ മറ്റുള്ള തച്ചി കുത്തി ഇങ്ങനെയുള്ള ശല്യപ്പെടുത്തല് അത് വെറും ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ കഴിയുള്ളൂ. അതന്നെ അവൻ്റെ മുന്നിൽപ്പെട്ടവരെ കഴിയുള്ളൂ. നാവ് കൊണ്ടങ്ങനല്ല, എല്ലാവരെയും കഴിയും. അതാണ് നാവിനെ മുന്തിക്കാനുള്ള കാരണം. വളരെ അധികം ചിന്തിക്കേണ്ടതുണ്ട്. ഈ മുസ്ലിമീങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിക്കൽ അതൊരു ശല്യപ്പെടുത്തലാണ്. അതിനേക്കാളും വലിയ ശല്യപ്പെടുത്തലാണ് മുസ്ലിമീങ്ങളല്ലാത്ത മറ്റ് മതസ്ഥരെ ഒരാൾ ശല്യപ്പെടുത്തി, അവരെ ആക്ഷേപിച്ചു.
അവരുടെ ആരാധനാലയങ്ങൾക്ക് കല്ലെറിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ആരാധനകളെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ വേഷങ്ങളെയോ കളിയാക്കി, ഇങ്ങനെ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് മുസ്ലിമീങ്ങൾക്ക് വന്ന് മുസ്ലിമീങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും ഉത്തരവാദി അവനാണ്, അവൻ മുസ്ലിമല്ല. തീവ്രവാദം നയിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ അവഹേളിക്കുന്നവർ, അല്ലെങ്കിൽ കളിയാക്കുന്നവർ, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവർ, അങ്ങനെയെല്ലാം ചെയ്ത് അത് മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്തലിലേക്ക് കാരണമായി വന്നാൽ, മുസ്ലിമീങ്ങളെ മേലിൽ ആക്ഷേപിക്കലിലേക്ക് കാരണമായി വന്നാൽ അവൻ മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്തുന്നവനായതുകൊണ്ട് തന്നെ അവനിക്ക് ഇസ്ലാം മുസ്ലിം എന്ന പേരോട് പറയാൻ പറ്റൂല. ഇമാമിങ്ങൾ പറയുന്നു, മനസ്സിൽ ഈമാനുണ്ട്, അവൻ്റെ പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ അഭിപ്രായപ്രകാരം അവൻ ആശിയാണ്. മുർജിയത്ത് പറയും അവൻ്റെ ലാഹിർ പ്രശ്നമല്ല എന്ന്. മുഅ്തസിലിയാക്കൾ പറയും അവൻ മുസ്ലിമും അല്ല കാഫിറും അല്ല. നമ്മൾ ഉള്ളുകൊള്ള നോക്കുമ്പോൾ ഇസ്ലാമുണ്ടെങ്കിൽ മൂമിനാനെന്ന പേര് പറയുമെങ്കിലും മുസ്ലിം മൂമിൻ കാമിലായ മുസ്ലിം കാമിലായ മൂമിൻ എന്ന് പറയലിന് അവൻ യോഗ്യനല്ല. അവന് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റൂല. കാരണം അവൻ മുസ്ലിമല്ല. ഒരു കാരണവശാലും മുസ്ലിമീങ്ങൾക്ക് സുഖമായി സ്വൈര്യമായി ജീവിക്കലിന് തടസ്സമായി ജീവിക്കുന്നവൻ, വ്യക്തിപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കലിന് കാരണക്കാരനായി വന്നാൽ, ഒന്നുകിൽ അവൻ നേരിട്ട് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് അത് മുസ്ലിമീങ്ങളെ പേരിൽ ഉപദ്രവത്തിലേക്കുള്ള പാവങ്ങളായ സ്ത്രീകൾ, പെണ്ണുങ്ങൾ, കുട്ടികൾ, ഇവൻ്റെ ഈ ശല്യം അറിയാത്ത ആളുകളെ പറ്റി മറ്റുള്ളവർക്ക് എന്തെങ്കിലും തിന്മ തോന്നാൻ കാരണമുള്ള പ്രവർത്തനം അവൻ ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾ കള്ള് കുടിച്ചു, എന്തെങ്കിലും ഒരു മുസ്ലിം പേരുള്ളവൻ കള്ള് കുടിച്ചു എന്തെങ്കിലും തോന്നിവാസം ചെയ്താൽ മുസ്ലിമീങ്ങൾ കള്ള് കുടിക്കുന്നവരാണ്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ തോന്നിവാസികളാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഇവന്റെ പ്രവർത്തനം എത്തിപ്പെട്ടാൽ പോലും അവൻ പൂർണ്ണ മുസ്ലിമാവൂല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹാജറ മാ നഹല്ലാഹു അൻ. മുഹാജിർ ഹിജ്റ പോയവൻ. മക്കം ഫതഹിന്റെ മുമ്പ് മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമുമായി ജീവിക്കാൻ വേണ്ടി മദീനയിലേക്കുള്ള യാത്ര. മദീനയിലേക്ക് പോകാൻ അനുമതി കിട്ടിയതിൻ്റെ ശേഷം അതിൻ്റെ മുമ്പ് മുഹാജിർ ഹബ്ശയിലേക്ക് യാത്ര പോയവൻ. സ്വയം ദീനി രക്ഷാർത്ഥം മക്കയിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് പോകുന്നവർ, അവരായിരുന്നു മുഹാജിർ. എന്നാൽ അത് ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, മക്കം ഫതഹിന്റെ ശേഷം പിന്നീട് ഹിജ്റ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. എന്നാൽ ആ കൂലി ലഭിക്കാൻ, മുഹാജിർ എന്ന് പറയാനും അതിൻ്റെ കൂലി ലഭിക്കാനും വേറെ മാർഗമുണ്ട്. അതാണ് പറയുന്നത് അൽ മുഹാജിറു, മുഹാജിർ ഹിജ്റ പോകുന്നവൻ എന്ന് പറഞ്ഞാൽ മൻ ഒരുത്തനാണ് ഹജറ, പണ്ട് നാട് വിടുന്നവനാണെങ്കിൽ ഇന്ന് മുഹാജിർ എന്ന് പറഞ്ഞാൽ വെടിയുന്നവൻ. എന്ത് വെടിയുന്നവൻ? മൻ ഒരുത്തനാണ് ഹജറ, അവൻ വെടിഞ്ഞിരിക്കുന്നു. മാ നഹല്ലാഹു അൻഹു, മാ ഒന്നിനെ, നഹല്ലാഹു അള്ളാഹു വിരോധിച്ചിരിക്കുന്നു, അൻഹു ഒന്നിനെ തൊട്ട്. അള്ളാഹു എന്തൊന്ന് വിരോധിച്ചോ ആ വിരോധിച്ചതിനെ പൂർണ്ണമായി വെടിയുന്നവൻ അവനാണ് മുഹാജിർ. അവൻ മാത്രമാണ് മുഹാജിർ. അവൻ എന്നെന്നും മുഹാജിറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം, ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് പറഞ്ഞതിൻ്റെ പേരിൽ അതിനെ വർജിക്കുന്നവൻ, അതിനെ വെടിയുന്നവൻ, അവൻ എന്നും മുഹാജിർ തന്നെയാണ്. അവനാണ് മുഹാജിർ. അവൻ മാത്രമാണ് മുഹാജിർ. ഇന്നത്തെ കാലത്ത് മറ്റുള്ള ഹിജ്റ മൻസൂഖായതിൻ്റെ ശേഷം യഥാർത്ഥ മുഹാജിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിനെ ഹറാമാക്കിയെന്നില്ല, മാ നഹല്ലാന്ന, അല്ലാഹു നഹി ചെയ്തതിനെ വെടിയുന്നവൻ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്.
മാ ഹറമല്ലാ എന്നല്ല, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അള്ളാഹു നഹി ചെയ്ത ഒന്നിനെ വെടിയുന്നവൻ. അള്ളാഹുവിനെ നഹി 3 രീതിയിലുണ്ട്. ഹറാമാക്കിയ കാര്യങ്ങളുണ്ട്, ഹറാമിൽ നിന്ന് തന്നെ വൻപാപമായി പ്രഖ്യാപിച്ചതുണ്ട്. വൻദോഷവും ചെറുദോഷവുമുണ്ട് ഹറാമിൽ. അതുപോലെ തന്നെ കറാഹത്തുണ്ട്, ഖിലാഫുൽ ഔലയുണ്ട്, മുറുവത്ത് പോകുന്ന മുബാഹ കാര്യങ്ങൾ തന്നെയുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും വെടിയുന്നവർ. ആലിമീങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ചില വിഷയത്തിൽ അവർ പറയും അത് കറാഹത്തല്ലേ ഉള്ളൂ, ഖിലാഫുൽ ഔലയല്ലേ ഉള്ളൂ എന്ന് പറയുന്നവൻ അള്ളാഹുവിൻ്റെ വിരോധത്തിൻ്റെ ശക്തി അറിയാത്തവനാണ്. അവനിക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയില്ല. അള്ളാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണത്. അവിടെ ചെറുതാക്കി കാണേണ്ടതില്ല. അത് കാരണമായി വലിയ ഭവിഷ്യത്തിൽ അവൻ പെട്ടുപോകും. അവനെ സംബന്ധിച്ച് മുഹാജിർ എന്ന് ഒരു കാരണവശാലും പറയില്ല. ഹറാമും കറാത്തും ഖിലാഫുൽ ഔലയും മുറുവത്ത് പോകുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അത് മുഴുവത്തിൽ നിന്നും മാറി നിൽക്കണം. അവനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഹിജ്റ പോകുന്നവൻ. ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ അവനാണ് മൻകാന ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിയോട് നാം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിലേക്ക്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. യഥാർത്ഥ മുഹാജിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ, നഹി ചെയ്ത കാര്യങ്ങൾ, ആ നഹിന്റെ ഹുക്മ് എന്താണ്? ഹറാമായ നഹിയാണോ, അതല്ല കബീറത്തായ നഹിയാണോ, സഗീറത്താണോ, അതല്ല കറാഹത്താണോ, അതല്ല ഖിലാഫുൽ ഔലയാണോ എന്നൊന്നും നോക്കണ്ട. അല്ലാഹ് വിരോധിച്ചോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം. ആ മാറി നിൽക്കുന്നവൻ മാത്രമേ മുഹാജിറാവുള്ളൂ. قال أبو عبد الله وقال أبو معاوية حدثنا داود هو ابن أبي هند عن عامر قال سمعت عبد الله يعني ابن عمرو عن النبي صلى الله عليه وسلم. وقال عبد الأعلى عن داود عن عامر عن عبد الله عن النبي صلى الله عليه وسلم. അബൂ അബ്ദില്ല എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തന്നെയാണ്. ഇമാം ബുഖാരി പറയാണ് ഖാല അബൂ അബ്ദില്ല എന്നവർ പറയുന്നു, അതായത് ഞാൻ പറയുന്നു എന്നാ. അത് മുസന്നിഫീങ്ങളുടെ ശൈലിയാണ്. ഖാല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക്, ഇബ്നു മാലിക് ആകുന്ന മുഹമ്മദ് എന്നവർ പറയുന്നു. കണ്ടില്ലേ? ഖാല മുഹമ്മദുൻ. അങ്ങനെ പല സ്ഥലത്തും കാണാം, പല കിതാബുകളിലും അങ്ങനെ കാണും. ഞാൻ പറയുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതോടുകൂടി അവരുടെ പേരെടുത്ത് പറയാം അബൂ അബ്ദുള്ള എന്നവർ പറയുന്നു. അബൂ അബ്ദില്ല എന്ന് പറഞ്ഞാൽ ബുഖാരി. എന്താ പറയുന്നത്? വഖാല അബൂ മുആവിയ എന്ന റാവി പറഞ്ഞു. അബൂ മുആവിയ എന്നവർ ഇമാം ബുഖാരി ജനിച്ച വർഷത്തിലാണ് അബൂ മുആവിയ എന്നവർ വഫാത്താകുന്നത്. അപ്പോൾ അബൂ മുആവിയ എന്നവരെ ഇമാം ബുഖാരി കണ്ടിട്ടില്ല. ഇമാം ബുഖാരിയുടെ മുഅല്ലഖായ ഹദീസാണിത്, മുഅല്ലഖായ ഒരു ഹദീസാണ്. അബൂ മുആവിയ എന്നവർ പറഞ്ഞു ഹദ്ദസനാ ദാവൂദ് പറഞ്ഞാൽ ഇബ്നു അബി ഹിന്ദ് എന്ന ദാവൂദ്. കാരണം അബൂ മുആവിയ പറഞ്ഞു കൊടുത്ത അബൂ മുആവിയൻ്റെ ഹദീസിൽ ഹദ്ദസനാ ദാവൂദ് എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനമായി ബുഖാരി കൊടുക്കുകയാണ് ഇബ്നു അബി ഹിന്ദ് അൻ ആമിർ എന്നവരെ തൊട്ട്. ഖാല ആമിർ എന്നവർ പറഞ്ഞു. ആമിർ നേരത്തെ പറഞ്ഞ ഷാബിൻ്റെ പേര് ആമിറാണല്ലോ. സമീഅതു അബ്ദുല്ലാനെ ഞാൻ കേട്ടു. ആരാണ് അബ്ദുള്ള? യഅനി ഇബ്നു അംർ. ഒന്നിരിക്കൽ ഷാബിയാണ് സ്വീകരിക്കുന്നത്. അല്ലല്ല, ഷാബി അല്ല, ഷാബിന് താഴെയുള്ള ദാവൂദ് എന്നവർ, എങ്കിൽ അബൂ മുആവിയ, എങ്കിൽ ബുഖാരി, യഅനി പറയുന്ന ആരും ആവാം. യഅനി ആമിർ എന്നവർ അബ്ദുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇബ്നു അംറിൻ, അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആശി റളിയല്ലാഹു അൻഹുനെയാണ്.
അവിടെ പറയേണ്ടി വന്നത് എന്താ അറിയോ? അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഇത്തിരി സഹാബത്തിന്റെ കൂട്ടത്തിൽ അബ്ദുള്ള ഇത്തിലാക്കിയാൽ അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് അബ്ദുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് ആരും മനസ്സിലാക്കുക സ്വഹാബത്തിൽപ്പെട്ട അബ്ദുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ. ആ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അല്ല ഇതാരാണ്? അബ്ദുല്ലാഹിബ്നു അംറുൽ ആസിയാണെന്ന് വരുത്താനാണ് എഴുതിയിട്ടത്. അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു. ഏതാ സംഭവം? എന്താ? അൽ മുസ്ലിം മൻസലിൽ മുസ്ലിമുള്ള ഹദീസാണ് സംഭവം. അവരുടെ നേരത്തെ പറഞ്ഞതോടെ പറഞ്ഞിട്ടില്ല, മച്ചിനോട് പറഞ്ഞിട്ടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് എന്തിനാണ് ഇമാം ബുഖാരി ഇവിടെ പറഞ്ഞത് എന്നുള്ള മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയാനുള്ള കാരണം ഈ ശഅബി, ബഹുമാനപ്പെട്ട ശഅബി ആമിർ എന്നവർ ഈ ഹദീസിനെ അബ്ദുല്ലാഹിബ്നു അംറുൽ ആസിയെ തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നാം ആദ്യം പോകുന്ന ഹദീസിൽ അൻ അബ്ദില്ല എന്ന് അനത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല മനസ്സിലാക്കണം. ആമിർ എന്ന ശഅബി നാം ഓതിപ്പോകുന്ന ഹദീസിലുള്ളത് അൻ അബ്ദില്ല, അനത്താണ് ഉപയോഗിച്ചത്. ശ്രദ്ധ നോക്കി, അൻ അബ്ദില്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുമാ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. അപ്പം ഉപയോഗിച്ചു. മാത്രവുമല്ല ശഅബിയെ തൊട്ട് തന്നെ ഇതേ ഹദീസ് ശഅബി അൻ ആമിരിൻ എന്ന് കഴിഞ്ഞിട്ട് അൻ റജുലിൻ അൻ അബ്ദില്ലാഹിബ്നു അംറിൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ശഅബിയുടെയും അബ്ദുല്ലാഹിബ്നു അംറുൽ ആസിയുടെയും ഇടയിൽ മറ്റൊരാൾ കടന്നു വന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പല മഹാന്മാരും അങ്ങനെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം എന്ത് വരും? ശഅബി നേരിട്ട് അബ്ദുല്ലാഹിബ്നു അംറുൽ ആസിയെ കേട്ടിട്ടില്ല എന്ന് വരും. ഇമാം ബുഖാരിയുടെ ഷർത്താണെങ്കിലോ അൻഅനത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, മുമ്പ് മുഖദ്ദിമയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അൻഅനത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഅന്നനായ ഹദീസ് അംഗീകരിക്കണമെങ്കിൽ ഈ ശഅബിയും അബ്ദുല്ലാഹിബ്നു അംറുൽ ആസിയും തമ്മിൽ കണ്ടു എന്ന് സ്ഥിരപ്പെടണം. ഒരു കാലത്ത് ജീവിച്ചാൽ പോരാ. ശഅബി 500ഓളം സഹാബത്തിനെ കണ്ടിട്ടുണ്ട്, അംറുൽ ആസിനെ കണ്ടിട്ടുണ്ട്, വേറെ കാര്യം. പക്ഷെ അത് തെളിയേണ്ടതുണ്ട്. കണ്ടാൽ പോരാ, ഒരു കാലത്ത് ജീവിച്ചാൽ പോരാ, അത് തെളിയേണ്ടതുണ്ട്. അപ്പം അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ അബൂ മുആവിയ തൊട്ടുള്ള മുഅല്ലഖായ ഹദീസിനെ ഇമാം ബുഖാരി കൊണ്ടുവരുന്നത്. എന്താ? അൻ ആമിരിൻ ഖാല, ശഅബി എന്നവർ പറഞ്ഞു, സമീഅതു അബ്ദുല്ലാഹിബ്നു അംറുൽ ആസിയെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അപ്പം നേരിട്ട് ലിഖാ ഉണ്ടായിട്ടുണ്ട്, കാണലുണ്ടായിട്ടുണ്ട്, ഹദീസ് നേരിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് വന്നു. അതിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. തെറ്റിദ്ധാരണ നീക്കാൻ ചില സനദുകളിൽ ആമിർ എന്ന ശഅബി അബ്ദുല്ലാഹിബ്നു അംറുൽ ആസിയുടെ തൊട്ട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാതെ അൻ റജുലിൻ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അൻ റജുലിൻ അൻ അബ്ദില്ലാ. അപ്പം എന്താ സംഭവം? ആദ്യം ശഅബി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു മസ്ഊദിൻ അബ്ദുല്ലാഹിബ്നു അംറുൽ ആസിയെ തൊട്ട് വേറൊരാൾ മുഖേന പറഞ്ഞു കൊടുത്ത ഹദീസാണ്. അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നീട് നേരിട്ട് അബ്ദുല്ലാഹിനെ കേട്ടു. അപ്പം അൻ സമീഅതു എന്നും പറഞ്ഞു തുടങ്ങി. അപ്പം ഇത് നേരിട്ട് കേട്ടിട്ടുള്ള ഹദീസാണ്, വേറെ വാസ്തവ മുഖേനുള്ളതല്ല എന്ന് വരുത്താൻ വേണ്ടി ഇവിടെ ഇത് പറഞ്ഞു. വെറും മുഅല്ലഖ ഹദീസ്. വഖാല അബ്ദുല്ലാ എന്നവർ പറഞ്ഞു അൻ ദാവൂദ അൻ ആമിരിൻ അൻ അബ്ദില്ലാഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാനായ മറ്റൊരു റാവിയാണത്. ആ അബ്ദുല്ലാ റാവികളെ പറ്റി ഇൻഷാ അല്ലാഹ് അവർക്ക് പിന്നീട് പേര് വരുന്നത് കൊണ്ട് അവിടെ വെച്ച് വിശദീകരിക്കാം. അബ്ദുല്ലാ എന്നവർ ദാവൂദ് എന്നവരെ തൊട്ട്, ദാവൂദ് എന്നവർ ആമിർ എന്ന ശഅബിയെ തൊട്ട്, അൻ അബ്ദില്ലാ ശഅബി അബ്ദുല്ലാഹിനെ തൊട്ട് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എന്ത് ചെയ്തു? അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാൻ അബൂ മുആവിയയുടെ ശരീക്കാണ്. ആ ശരീക്കായ അബ്ദുല്ലാ അൻ ദാവൂദ അൻ ആമിൻ അൻ അബ്ദില്ല അനിൻ നബി എന്ന് പറഞ്ഞു. അവിടെ അബ്ദില്ല എന്ന് പറഞ്ഞോർത്ത് അബ്ദുല്ലാഹിബ്നു അംർ എന്നോ ആരെങ്കിലും ശേഷമുള്ളവർ യഅനി ഇബ്നു അംർ എന്നോ വിശദീകരിച്ചതായി കാണുന്നില്ല.
അപ്പം ആ കാണാതെ നിന്നപ്പോൾ ഇമാം ബുഖാരി ഇവിടെ ഉദ്ദേശിച്ചത് ഇവിടെ ഈ അബ്ദുല്ലാഹിന്റെ റിവായത്തിലുള്ള അൻ അബ്ദില്ല എന്ന് പറയുന്ന അബ്ദുല്ലാഹിബിന് അംർ തന്നെയാണ്. അതാണ് അബ്ദുല്ലാഹിയുടെ ശരീക്കായ അബൂ മുആവിയ ശാഫിയെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന അബ്ദുള്ള ഏതാണോ അതാ അബ്ദുള്ള തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കോ എന്ന് വരുത്താൻ വേണ്ടിയാണ് ഈ മുഅല്ലഖായ ഹദീസിനെ ഇമാം ബുഖാരി ഇവിടെ കൊണ്ടുവന്നത്.